നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും ഒടുവിലായി കായിക ലോകത്ത് നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം പ്രഖ്യാപിച്ചു. PSG ഫ്രാൻസ് താരം ഉസ്മാൻ ഡെംബലേക്കാണ് പുരസ്കാരം. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ. ശ്രീജിത്ത്, ബലന്തോറിന് പിന്നാലെ ഫിഫയുടെ മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡും സ്വന്തമാക്കിയിരിക്കുകയാണ് PSG ഫ്രാൻസ് താരം ഉസ്മാൻ ഡെംബേലെ. പ്രതീക്ഷിച്ച ഒരു അവാർഡ് തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ PSG അത്ര കണ്ട് ഉജ്ജ്വല പ്രകടനമാണ് ഉസ്മാൻ ഡെംബേലെ കാഴ്ചവെച്ചത്. PSG അവരുടെ ചരിത്രത്തിൽ ആദ്യ ചാമ്പ്യൻസ് ലീഗ് നേടുന്നു. ഒപ്പം തന്നെ ലീഗ് നേട്ടം, അങ്ങനെ പല പ്രാദേശിക ലീഗ് അടക്കമുള്ള വിവിധ കിരീടങ്ങൾ നേടിയപ്പോൾ അതിൽ നിർണായക കണ്ണിയായിരുന്നു ഉസ്മാൻ ഡെംബേലെ. ഗോളും അസിസ്റ്റുമായും ഒക്കെ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ തിളങ്ങുകയും ചെയ്തു. അതോടുകൂടിയാണ് ലെമീൻ യമാലിനെ ഒരിക്കൽ കൂടി പിന്തള്ളി അദ്ദേഹം ഫിഫയുടെ മികച്ച പുരുഷതാരം കൂടിയായി മാറുന്നത്. ഒരേ വർഷം കഴിഞ്ഞ സീസണിൽ ബലന്തോറും ഫിഫ ബെസ്റ്റും രണ്ട് താരങ്ങൾക്കായിരുന്നെങ്കിൽ ഇത്തവണ രണ്ടും ഒരു താരം തന്നെ നേടുന്ന കാഴ്ചയാണ് ഫിഫ ദ ബെസ്റ്റിലും കാണുന്നത്. മികച്ച വനിതാ താരമായി തെരഞ്ഞെടുത്തത് ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐത്താന ബോൺമാറ്റിയാണ്. തുടർച്ചയായ 3-ാം വർഷവും ഐത്താന ഈ പുരസ്കാരം നേടുകയാണ്. ഇതും ഒരു റെക്കോർഡാണ്. നേരത്തെ ബലന്തോർ നിറം നേടിയത് ഐത്താന തന്നെയാണ്. അതിലും ഒരു എതിരില്ലാതെ ഒരു ഇതിഹാസ പദവിയിലേക്ക് മുന്നേറുന്ന സ്പാനിഷ് താരത്തെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മികച്ച പുരുഷ കോച്ചായി PSG ലൂയിസ് എൻറിക്ക മാറിയപ്പോൾ വനിതാ കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് സെറീന വിഗ്മൻ ആണ്. മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം PSG തന്നെ ഡോണർമ നേടുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഉസ്മാൻ ഡെംബേലെ അർഹിച്ച ഒരു പുരസ്കാരം നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുരസ്കാര നേട്ടത്തിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഘടകം. ശ്രീജിത്ത്, മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം PSG ഫ്രാൻസ് താരം ഉസ്മാൻ ഡെംബലേക്കാണ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 3-ാം തവണയും ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐത്താന ബോൺമാറ്റിക്കാണ്. അനിൽ വാസുദേവ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒമാനിലെത്തും. ഉന്നതതല പ്രതിനിധി സംഘവും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാമത്തെ ഒമാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 2023 ഡിസംബറിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഭാവി പദ്ധതിയിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയിരുന്നു. ഈ പദ്ധതിക്ക് കീഴിലുള്ള നിരവധി സംരംഭങ്ങൾ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഒമാൻ സുൽത്താനുമായി സമഗ്ര ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. ബിസിനസ് ഫോറത്തിൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് നേതാക്കളുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും ഒമാനിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശന വേളയിൽ നിരവധി ഉഭയകക്ഷി രേഖകളിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയിലെയും ഒമാനിലെയും ജനങ്ങൾ തമ്മിലുള്ള നിലനിൽക്കുന്ന ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തെ വമ്പൻ ആഘോഷമാക്കി സൗദിയിലെ അൽക്കോബാർ KMCC സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ. വിജയാരവം എന്ന പേരിൽ അൽക്കോബാർ ദർബാർ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതുപ്രതീക്ഷകൾക്ക് തുടക്കം കുറിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ ഹൃദയപൂർവ്വം ആഘോഷിക്കുകയായിരുന്നു അൽക്കോബാർ KMCC സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ. വിജയാരവം എന്ന പേരിലായിരുന്നു ആവേശോജ്വലമായ വിജയാഘോഷ പരിപാടികൾ. അൽക്കോബാർ ദർബാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പച്ചലഡു വിതരണം ചെയ്തും പരസ്പരം ആശ്ലേഷിച്ചും പാട്ടുകൾ പാടിയുമെല്ലാം ഇവർ ആഘോഷത്തെ ഉജ്ജ്വലമാക്കി. KMCC കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ടികശാല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ശക്തമായ ജനവിധിയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF സഖ്യം കൈവരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. UDFന്റെ വിജയം വളരെ സന്തോഷത്തോടുകൂടി അൽക്കോബാർ KMCC ഇവിടെ ആഘോഷിക്കുമ്പോൾ നാട്ടിലെ ആഘോഷത്തോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. ഇതോടൊപ്പം നാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വലിയ ഒരു വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരോടുമുള്ള നന്ദിയും കടപ്പാടും അൽക്കോബാർ KMCCക്ക് വേണ്ടി അറിയിക്കുകയാണ്. KMCCയുടെ ഒത്തിരി പ്രവർത്തകന്മാർ, നേതാക്കന്മാർ എല്ലാം
അവരവരുടെ പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഈ വിധി ജനവിരുദ്ധ ഭരണത്തോടുള്ള ശക്തമായ പ്രതികരണമാണെന്ന് വനിതാവേദി പ്രസിഡന്റ് ഷബ്ന നജീബ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ത്രീകൾ മത്സര രംഗത്തേക്ക് വരികയും അവരൊക്കെ തന്നെ വിജയം കാണുകയും ചെയ്ത മുഹൂർത്തങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഈ പ്രവാസ ഭൂമികയിൽ MCCയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പിന്തുണയുമായി നാട്ടിലെത്തി സജീവമായി പ്രവർത്തിച്ച KMCC പ്രവർത്തകരെയും ഇവർ അഭിനന്ദിച്ചു. കേരളത്തിന്റെ നാളെക്കുറിച്ചുള്ള ഉറച്ച പ്രതീക്ഷയോടെ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള പൊതുപ്രതിജ്ഞയോടെ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് സംഘടനാ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന സന്ദേശം കൈമാറിയാണ് വിജയാഘോഷം സമാപിച്ചത്. കിഴക്കൻ പ്രവിശ്യ സെക്രട്ടറി നജീബ് ചീക്കിലോട്, റിയാസ് പെരുമണ്ണ, ഷാഫി മാസ്റ്റർ, അബ്ദുൽ അസീസ് റഫ, ഹുസൈൻ നിലമ്പൂർ, ജാബർ തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. ഹബീബ് പൊയിൽത്തൊടി, മുനീർ നന്ദി, സലീം കുമ്പിടി, റഫീഖ് ചാച്ച, റഫീഖ് പട്ല, ആബിദ് പാറക്കൽ, ഹാജറ സലീം, സീനത്ത് അഷ്റഫ് എന്നിവർ ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി. അൻവർ ഷാഫി വളാഞ്ചേരി സ്വാഗതവും നജമുദ്ദീൻ വെങ്ങാട് നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീൻ, 24 ദമ. ഒമാനിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കല്ലറ തുമ്പോട് സ്വദേശി അരവിന്ദ് അശോകിനെയാണ് ദുഃഖമിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. UAE ജോലി ചെയ്യുന്ന അരവിന്ദ് കമ്പനി ആവശ്യാർത്ഥമാണ് അടുത്തിടെ ദുഃഖമിൽ എത്തിയത്. ICF ഒമാൻ വെൽഫെയർ സമിതിയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ദേശീയ ദിനം പ്രമാണിച്ച് ഖത്തറിൽ വ്യാഴാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു. അമീരി ദിവാനാണ് പൊതു അവധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഖത്തറിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും അവധി നൽകിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ഞായറാഴ്ച സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ച് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിലവിൽ വന്നു. മുൻ IMA സംസ്ഥാന പ്രസിഡന്റും ഇൻസ്റ്റലേഷൻ ഓഫീസറുമായ ഡോക്ടർ ജോസഫ് ബനവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രവാസ ലോകത്ത് മലയാളികളായ ഡോക്ടർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മലബാർ ബ്രാഞ്ച് ജിദ്ദയിൽ രൂപീകരിച്ചത്. പ്രമുഖ ഡോക്ടർമാരും ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ പുതിയ കൂട്ടായ്മയുടെ പ്രഖ്യാപനം നടന്നു. IMA മുൻ സംസ്ഥാന പ്രസിഡന്റും ഇൻസ്റ്റലേഷൻ ഓഫീസറുമായ ഡോക്ടർ ജോസഫ് ബെനവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ വിനീത പിള്ള പ്രസിഡന്റും ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖർ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. ഡോക്ടർമാരുടെയും സാധാരണക്കാരായ പ്രവാസികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കും സംഘടന മുൻഗണന നൽകുകയെന്ന് പ്രസിഡന്റും സെക്രട്ടറിയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പക്ഷെ ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസിന് വേണ്ടി നമുക്ക് IMA എന്ന് പറഞ്ഞൊരു സംഘടന നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സർവീസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ IMA അവർക്ക് അപ്രോച്ചും ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസിലാണ് കൂടുതലും IMA ഓറിയന്റഡ് ആയിട്ടിരിക്കുന്നത്. സാമൂഹികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ഇതിന്റെ കൂടെ IMAയുടെ കീഴിൽ നമ്മൾ ഏകോപിച്ച് കൊണ്ടുപോയി ചെയ്യാനുള്ളതും നമ്മുടെ പദ്ധതിയിലുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് ഈ ഡയബറ്റിക് ഡേ ഉണ്ട്, ക്യാൻസർ അവയർനെസ് ഡേ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് IMAയുടെ ബാനറിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കോവിഡ് വന്നു, ഒരു വലിയൊരു ഇതേപോലെ ഒരു പാൻഡമിക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു, അപ്പം ഈ ഡോക്ടർമാരെയൊക്കെ നമുക്ക് ഈ ഒരു IMAയുടെ കീഴിൽ തന്നെ നമുക്ക് ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളി ഡോക്ടർമാർക്കും കേരളത്തിൽ IMA അംഗത്വമുള്ളവർക്കും ഈ കൂട്ടായ്മയിൽ പങ്കുചേരാം. പ്രവാസി കൂട്ടായ്മകൾക്കും സാധാരണ പ്രവാസികൾക്കും ആവശ്യമായ ആരോഗ്യ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും ജിദ്ദയിലെ IMA മലബാർ ബ്രാഞ്ചുമായി ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ മിനി കുട്ടിയെ പുതിയ കൂട്ടായ്മയുടെ ട്രഷററായും, ഡോക്ടർ അഹമ്മദ് ഉണ്ണിയെ വൈസ് പ്രസിഡന്റായും, ഡോക്ടർ മൃദുലയെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായും തെരഞ്ഞെടുത്തു. ഡോക്ടർ സ്മിത, ഡോക്ടർ മുഹമ്മദ് ഹാരിസ്, ഡോക്ടർ മുഹമ്മദ് അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മൈൻഡ് സെറ്റ് മേക്ക് ഓവർ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുക എന്ന സന്ദേശം പങ്കുവച്ച് ജുബൈൽ മലയാളി സമാജം സെമിനാർ സംഘടിപ്പിച്ചു. ജുബൈൽ സ്പേസ് ഹാളിൽ നടന്ന സെമിനാറിൽ ഹിംസ് ആശുപത്രിയിലെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ജോയ്സി ജോൺസൺ നേതൃത്വം നൽകി. നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. ജുബൈൽ മലയാളി സമാജം പ്രസിഡന്റ് തോമസ് മാമുടൻ അധ്യക്ഷത വഹിച്ച സെമിനാർ സമാജം വനിതാ ഘടകം രക്ഷാധികാരി സാറാഭായി സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
മർഹബ ഇവന്റ് ക്ലബ്ബ് ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത പ്രേമികൾക്കായി നവാസ് പാലേരി നയിക്കുന്ന ഏകദിന സംഗീത ശില്പശാല സംഘടിപ്പിക്കുന്നു. സംഗീതത്തെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അവസരം ലഭിക്കുന്ന തരത്തിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് അവസരം ലഭിക്കുക. ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ 18 ഉച്ചയ്ക്ക് 12:30 മുതൽ ഡീറിംഗ് റോഡിലെ ഇൻസ്പയർ ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുക. ഗൂഗിൾ ഫോം വഴിയായിരിക്കും രജിസ്ട്രേഷൻ. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് ആക്രമണത്തിലെ അക്രമികളിൽ ഒരാൾ ഇന്ത്യൻ വംശജൻ. ആക്രമണം നടത്തിയ സാജിദ് അക്രം ഹൈദരാബാദിൽ നിന്നാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇയാൾ ഫിലിപ്പീൻസ് യാത്ര നടത്തിയതായും വിവരമുണ്ട്. ബോണ്ടി ബീച്ചിൽ ജൂതവിഭാഗക്കാരുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് നേരെയായിരുന്നു വെടിവെപ്പ്. സാജിദ് അക്രവും മകൻ നവീദ് അക്രവുമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. 1998 ഹൈദരാബാദിൽ നിന്നാണ് സാജിദ് അക്രം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. വിദ്യാർത്ഥി വിസ ഉപയോഗിച്ചായിരുന്നു ഓസ്ട്രേലിയയിലെത്തിയത്. പിന്നീട് 6 തവണ സാജിദ് അക്രം ഇന്ത്യ സന്ദർശിച്ചു. 2022 ഒടുവിലെ സന്ദർശനം. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ സാജിദ് അക്രം ഇന്ത്യയിലുണ്ടായിരുന്ന ബന്ധുക്കളുമായി വലിയ അടുപ്പത്തിലായിരുന്നില്ലെന്നും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ് സാജിദിന്റെ പേരിൽ മറ്റു കേസുകളോ സംശയാസ്പദമായ സംഭവങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും തെലങ്കാന പോലീസ് പറയുന്നു. നവംബർ 1 ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഫിലിപ്പീൻ സന്ദർശനം നടത്തിയ സാജിദ് നവംബർ 28 തിരികെ എത്തിയത്. സാജിദ് അക്രവും മകൻ നവീദ് അക്രവും നടത്തിയ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നാലെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സാജിദ് അക്രം കൊല്ലപ്പെട്ടു. പരിക്കേറ്റ മകൻ നവീദ് അക്രം ചികിത്സയിലാണ്. 24 ഡൽഹി. ഗോവ നിശ ക്ലബ്ബ് തീപിടുത്ത കേസിൽ ഡൽഹിയിലെത്തിച്ച ലൂത്ര സഹോദരന്മാരെ റിമാൻഡ് ചെയ്തു. തീപിടുത്തത്തിന് ശേഷം രാജ്യം വിട്ട സൗരവ് ലൂത്രയെയും ഗൗരവ് ലൂത്രയെയും തായ്ലൻഡിൽ നിന്നാണ് പിടികൂടിയത്. ഈ മാസം 7-നുണ്ടായ തീപിടുത്തത്തിൽ 25 പേരാണ് മരിച്ചത്. 6 പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ ഉടമകളായ ഗൗരവ് ലുത്രയും സൗരവ് ലുത്രയും തായ്ലൻഡിലേക്ക് കടന്നു. ബ്ലൂ കോണൻ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഗോവ പോലീസ് നിർദ്ദേശപ്രകാരം തായ്ലൻഡ് പോലീസ് ഇവരെ ഫുക്കറ്റിൽ നിന്നും വലയിലാക്കിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തായ്ലൻഡ് പോലീസ് കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ ഗോവ പോലീസിന് കൈമാറിയത്. സംഭവത്തിന് പിന്നാലെ ഇരുവരുടെയും പാസ്പോർട്ട് റദ്ദാക്കി. ഇന്ത്യൻ എംബസി താൽക്കാലിക പാസ്പോർട്ട് അനുവദിച്ചതിനു ശേഷമാണ് ഇരുവരെയും നാട്ടിലെത്തിക്കുന്നത്. അപകടം നടന്ന 10ാം ദിവസമാണ് തായ്ലൻഡിൽ നിന്നും ഡൽഹി എയർപോർട്ടിൽ പ്രതികളെ എത്തിച്ചത്. ഗോവ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന ഇരുവരെയും ട്രാൻസിറ്റ് റിമാൻഡ് തേടി ഡൽഹി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും ഗോവയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 ഡൽഹി. കാൻഡിൽ ഓഫ് ഹോപ്പ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്റ്റിച്ചിങ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി. IEC ഖത്തറുമായി സഹകരിച്ചാണ് പരിശീലനം. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക ഗ്രാമങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാൽഡ ജില്ലയിലെ സാംസി പ്രദേശത്തെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങളിലൊന്നായ പാമ്പാടി സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം പൂർത്തിയാക്കിയത്. യൂണിഫോം നിർമ്മാണ യൂണിറ്റിൽ ജോലി നൽകിക്കൊണ്ട് സ്ഥിരമായ വരുമാന മാർഗവും പദ്ധതി ഉറപ്പുവരുത്തുന്നു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹിക മുന്നേറ്റമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് കാൻഡിൽ ഓഫ് ഹോപ്പ് ഭാരവാഹികൾ പറഞ്ഞു. സൗദി അറേബ്യയിൽ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി അബ്ദുൽ സലീമാണ് മരിച്ചത്. അൽ-അഖ്സയിൽ വെച്ചായിരുന്നു മരണം. OICC അൽ-അഖ്സ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമാണ്. ഹസീനയാണ് ഭാര്യ. ഹാരിസ്, സുസുബ്ഹാന എന്നിവർ മക്കളാണ്. ജാഫർ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കും. വയനാട് പനമരം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ മേച്ചേരിക്കുന്ന് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നുവെന്ന് വനംവകുപ്പ്. ആളുകൾ പുറത്തിറങ്ങരുത് എന്നാണ് പോലീസിന്റെ കർശന നിർദ്ദേശം. കടുവയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം വനംവകുപ്പ് പുനരാരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് പുളിക്കൽ, അതായത് ഒരു വയലിലൂടെ റോഡ് മുറിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൻ്റെ തൊട്ട് എതിർഭാഗത്ത്, മേച്ചേരിക്കുന്ന് ഭാഗത്തിൻ്റെ എതിർഭാഗത്താണ് ഒരു കൊല്ലി പോലെയുള്ള സ്ഥലം. അതായത് കാടും മറ്റും നിറഞ്ഞ ഒരു സ്ഥലമാണിത്. വയലിനുള്ളിൽ തന്നെയാണ്. അതിനകത്ത് കടുവ സാന്നിധ്യമുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തി. കാൽപ്പാടുകളടക്കം കണ്ടെത്തിയിരുന്നു. പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. അതിൽ കൃത്യമായ രീതിയിൽ
മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടു. അതിനുശേഷം വനംവകുപ്പ് പകൽ സമയത്തൊന്നും ഒരു ഓപ്പറേഷനും മുതിർന്നില്ല. പ്രധാനമായും ഇതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയത്. അതായത് ഈ പ്രദേശത്തിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നീർവാരം, അമ്മാനി ഉൾപ്പെടെയുള്ള പാതിരി വനമേഖല. ആ വനമേഖലയിലേക്ക് ഇതിനെ തുരത്തുക എന്നുള്ളതായിരുന്നു ദൗത്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് തുടങ്ങിയത് രാത്രിയിലാണ്. ഇരുട്ട് വീണ ഉടൻ തന്നെ ആ ദൗത്യം ആരംഭിച്ചു. ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ ഈ ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ അതിനെ ആദ്യം പടക്കം പൊട്ടിച്ചു. ഇതിനിടയിൽ ഒരാൾ വയലിലേക്ക് ഇറങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ തൽക്കാലത്തേക്ക് ദൗത്യം നിർത്തിവെച്ചു. പിന്നീട് 8:20 കൂടിയാണ് ദൗത്യം പുനരാരംഭിക്കുന്നത്. വീണ്ടും പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചപ്പോൾ ഇത് പോയത് ഈ വനമേഖല ആ റൂട്ടിലല്ല ഇത് പോയത്, നേരെ എതിർഭാഗത്താണ്. അതായത് ഈ പുളിക്കൽ ഭാഗത്ത് നിന്ന് നേരെ എതിർഭാഗത്തേക്ക് വയലിലൂടെ ചാടി വന്ന് മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. മേച്ചേരിക്കുന്ന്, എരനെല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. ഇതിനിടയിൽ ഒരു ഇല്ലിക്കാടിന് സമീപം കടുവയെ കണ്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അതിനർത്ഥം കടുവ ജനവാസ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള 112 നമ്പർ കടുവയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് അത് വ്യക്തമായിട്ടുള്ളത്. അത് ആൺകടുവയാണ്. 5 വയസ്സാണ് ഈ കടുവയുടെ പ്രായം. മറ്റ് കാറ്റിൽ ലിഫ്റ്റിങ്ങോ മറ്റ് പ്രശ്നങ്ങളോ, അതായത് വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന അടക്കമുള്ള പ്രശ്നങ്ങളില്ല. സാധാരണഗതിയിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടി അതിനുശേഷം കൂട് വയ്ക്കുക, പറ്റിക മയക്കുവെടി വെക്കുക, അങ്ങനത്തെ ഒരു ദൗത്യമാണ് നടപ്പാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ കടുവ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല പൂർണ്ണമായും ആരോഗ്യവാനായ കടുവയാണ്. ഇന്ന് വൈകിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. അതായത് കാട് കയറ്റാനുള്ള ശ്രമം തുടരണം, അല്ലെങ്കിൽ അതിനെ കേജിംഗ് നടത്തണം, അതായത് കൂടിനകത്താക്കണം, അല്ലെങ്കിൽ അതും സാധ്യമായില്ലെങ്കിൽ നേരെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പൂർണ്ണമായും ആരോഗ്യവാനായ കടുവയായതിനാൽ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇതിന്റെ പ്രോട്ടോകോൾ SOP പാലിച്ചുകൊണ്ട് വേണം വനംവകുപ്പിന് ആ ദൗത്യം നടപ്പാക്കാൻ. അതാണ് പ്രതിസന്ധി. എന്തായാലും നിലവിലിപ്പോൾ 2 കുങ്കിയാനകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഇനി കടുവ സാന്നിധ്യം വീണ്ടും ജനവാസ മേഖലയിലേക്ക്, അതായത് ഇതിന്റെ എതിർഭാഗത്തേക്കാണ് വന്നത് എന്നുള്ളതാണ് ആശങ്ക പരത്തുന്നത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം തന്നെയാണ് ആദ്യ പരിഗണന. അത് സാധ്യമായില്ലെങ്കിൽ അതിനെ കൂട്ടിലടക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കും. അതുമല്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും. എന്തായാലും രാത്രിയിലും നിരീക്ഷണം കർശനമായ രീതിയിൽ തന്നെ വനംവകുപ്പ് പാലിക്കുന്നുണ്ട്. വയലിലൂടെ അത് ഓടി നേരെ കയറിയതൊരു തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിൽ നിന്ന് നേരെ ഒരു ഇല്ലിക്കാടിന് സമീപത്തേക്ക് എത്തി എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഹൈവേ ആണ്. അതായത് മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഹൈവേയുടെ ഓരത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. പനമരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. പച്ചിലക്കാടിനും പനമരത്തിനും ഇടയിലാണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. എന്തായാലും അതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന. അതുമായി ബന്ധപ്പെട്ടും വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അത് സാധ്യമായില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കും. യുവതലമുറയെ ആകർഷിക്കാൻ പോസ്റ്റ് ഓഫീസുകളെ ന്യൂജനാക്കാൻ പുത്തൻ പദ്ധതിയുമായി തപാൽ വകുപ്പ്. ജൻസി പോസ്റ്റ് ഓഫീസ് എന്ന് പേരിട്ടിരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ന്യൂജൻ പോസ്റ്റ് ഓഫീസ് കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം തുടങ്ങി. കണ്ടുവരാം ജൻസി പോസ്റ്റ് ഓഫീസിന്റെ വിശേഷങ്ങൾ. പഴമയുടെ പ്രൗഢി ഒട്ടും ചോർന്നു പോകാതെ പുതുതലമുറയുടെ പുതിയ മാറ്റങ്ങൾക്കൊപ്പമാണ് CMS കോളേജിലെ പോസ്റ്റ് ഓഫീസും തുടങ്ങിയിരിക്കുന്നത്. ഒരു കാലത്തെല്ലാമെല്ലാമായിരുന്ന പോസ്റ്റ് ഓഫീസുകളെ പുതുതലമുറയ്ക്കും സ്വീകാര്യമാക്കാനുള്ള ശ്രമമാണ് തപാൽ വകുപ്പ് നടത്തുന്നത്. കെട്ടിലും മട്ടിലുമെല്ലാം ന്യൂജൻ ട്രെൻഡുകൾ കൊണ്ടുവന്നാണ് പോസ്റ്റ് ഓഫീസും ന്യൂജനാക്കുന്നത്. കോട്ടയം CMS കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് തുറന്നിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ മാത്രമല്ല, പുതുതലമുറയെ കയ്യിലെടുക്കാനുള്ള എല്ലാമുണ്ട് ഇവിടെ. നമ്മളുടെ പണ്ടത്തെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് ക്യാമ്പസിൽ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാണ്. അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല സൂപ്പർ. എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇവിടെ കൂടുതൽ എല്ലാവർക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി 2 മണി തൊട്ട്. നമുക്കും 2 പഴയ ചരിത്രവും പ്രാധാന്യമുള്ള 2 ബോഡീസാണ് CMS കോളേജും ഇന്ത്യ പോസ്റ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു യൂണിയൻ സ്റ്റുഡൻസിന് വേണ്ടി ഒരു പുതിയ മേർജിങ്, അതാണ് നമ്മളുടെയും കോൺസെപ്റ്റ്. 90% ഡിജിറ്റൽ സേവനങ്ങളാണ് ജൻസി പോസ്റ്റ് ഓഫീസിൽ ലഭിക്കുക. പാഴ്സൽ ബുക്കിംഗ്, സ്മാർട്ട് സർവീസ് ടച്ച് പോയിന്റുകൾ, റീഡിംഗ് റൂം എന്നിവയും
ന്യൂജൻ പോസ്റ്റ് ഓഫീസിലുണ്ട്. കൂടാതെ സ്വന്തം ഫോട്ടോ പ്രിന്റ് ചെയ്ത സ്റ്റാമ്പുകളും ഇവിടെ നിന്ന് ലഭിക്കും. നമുക്ക് ക്യാമ്പസിൽ ഇപ്പോൾ 2 മണി വരെ ക്ലാസ് ഉള്ളല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാൻ മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്ന് ക്യാരംസ് കളിക്കാനും ഗെയിംസ് കളിക്കാനും പിന്നെ ഒരു ഫ്രീ അവർ കിട്ടുമ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസമുണ്ട്. CMS കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, സമീപത്തെ മറ്റു കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഈ പോസ്റ്റ് ഓഫീസ് കാണാൻ എത്തുന്നുണ്ട്. അധികം വൈകാതെ മറ്റ് കലാലയങ്ങളിലും സമാനമായ രീതിയിലുള്ള ജെൻസി പോസ്റ്റ് ഓഫീസുകൾ തുറക്കാനും പദ്ധതിയുണ്ട്. ചരിത്രം ഒരുപാട് പറയാനുണ്ട് CMS കോളേജിനും ഇന്ത്യ പോസ്റ്റിനും. പുതുതലമുറയുടെ മാറ്റത്തിനൊപ്പം ഇവരും മാറുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ഗൾഫ് ടുഡേയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.